സ്റ്റേജിലാണ് കയറി വരുന്ന പോലും ഒരു അനുഭവമാണ് തോന്നുന്നത്. കാരണം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പേ ഈ ക്യാമ്പസിൽ വന്നു, ഈ ക്യാമ്പസിലൂടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരായി മാറിയുള്ള ക്യാമ്പസാണത്. അതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. സ്വന്തമായിട്ട് അവരവരുടെ അഭിപ്രായങ്ങൾ മീൻസ് അവരെന്താണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് വളരെ സന്തോഷമുണ്ട്. ഈ ഒരു പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഒരു പരിണിത ഫലമാണ്. നിങ്ങളോടിത് വിളിച്ച് പറയുന്നതിന് ഒരു 6 മാസം മുമ്പ് ഞങ്ങളിതിൻ്റെ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നിങ്ങളുടെ എല്ലാ നമ്പറുകൾ കളക്ട് ചെയ്ത് ഏകദേശം എല്ലാവരുടെയും നമ്പറുകളൊക്കെ കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനൊരു പരിപാടി ഉണ്ട്, അതിനാൽ സഹകരിക്കണമെന്ന് എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയത്. ആദ്യം ഞങ്ങൾക്കൊരു സംശയമായിരുന്നു, എല്ലാവരും കിട്ടുമോ, എല്ലാവരും എത്തുമോ, ടീച്ചേഴ്സ് വരുമോ, ഒക്കെ പല സംശയങ്ങൾ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഏതായാലും ഇപ്പോൾ ഇത് കാണുമ്പോൾ ഞങ്ങൾ എടുത്ത എഫർട്ട് ഏതായാലും വളരെയധികം വിജയമായി എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഈ സംഭവം ഇത്രയധികം വിജയിപ്പിക്കുന്നതിന് ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സാബുവിൻ്റെ ആ എഫേർട്ട് എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളെല്ലാവരും ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി സാബുവാണ്. ഞാനതിനെ കുറേയൊക്കെ ചെയ്ത് പറഞ്ഞതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തത് സാബുവാണ്. സാബുവിനോടുള്ള നന്ദി ഈ അവസരത്തിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഞാൻ എന്നോടല്ല, നിങ്ങളെല്ലാവരോടും നിങ്ങൾക്കും ഇവിടുത്തെ അധ്യാപകർക്കും വേണ്ടിയിട്ട് ആ ഒരു നന്ദി ഞാനിപ്പോൾ ഇവിടെ പ്രവേശിക്കുകയാണ്. എല്ലാവരും അവരവരുടെ ജീവിത കാമസുഗന്ധിയല്ലേ മായാവിരലുകൾ തൊട്ടാമലരുന്ന മാതകമൗനങ്ങൾ നമ്മളല്ലേ ചന്ദനമണിവാതിൽ പാതിച്ചാരി സിന്ദൂരം കണ്ണിൽ തിരയിളക്കി ശൃംഗാരചന്ദ്രികേ നീരാടി നീ നിൽക്കെ മനസ്സിൽ എന്നോടെന്തിനൊളിക്കുന്നു. ആദ്യം വിജയൻ സാർ കയറുന്നത് പെട്ടെന്ന് വന്നൊരു ഓർമ്മയുണ്ട്. കാരണം ജെയിംസും ഞങ്ങൾ കുറച്ച് പേര് ചേർന്നത് ക്രിസ്മസിന് അപ്പൂപ്പൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് സമ്മാനം എന്ന് പറഞ്ഞ കുറച്ച് പഞ്ഞി എല്ലാവർക്കും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ കയറി. എന്താ പറയണം എന്നുള്ളൊരു സന്ദേഹം മനസ്സിൽ. ഒരു 20 വർഷത്തിന് മുമ്പുള്ള ഈ ക്യാമ്പസ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഓർമ്മകൾ ഇതിൻ്റെ ഇതാണ് എൻ്റെ കുടുംബം. എല്ലാവർക്കും നന്ദി. ഈ ആൾക്കാരെ പരിചിത മുഖമാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ചെയർമാനും അങ്ങനെ പോസ്റ്ററുണ്ടായതായിട്ട് അതല്ലെങ്കിൽ അഞ്ചിന് നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല തല്ലുകാരനും അത് കാറ്റഗറിയിൽ പെടുന്ന ആളല്ല. ഞാൻ ആൻഡ്രോ ജേക്കബ്, ഇവിടുത്തെ കമ്പ്യൂട്ടർ. ഹലോ, ഈ മൊമെന്റോ വിതരണം ചെയ്യുന്നതിനായിട്ട് ജിൻസാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് ശശിധർ സാർ.
അടുത്തതായിട്ട് ടീച്ചറിനെ ക്ഷണിക്കുന്നു.